പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആദർശ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു കാണിച്ചുകൊണ്ടാണല്ലോ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ദേവയാനി, ഇനിയിപ്പോൾ നിനക്ക് വിളമ്പിയിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് പറയുമ്പോൾ നീ തണുത്ത ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു. തണുത്ത ഭക്ഷണം എന്താ ചൂടാക്കിയാൽ ചൂടാവില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയാണല്ലോ അവിടെ പോകുന്നത്. അപ്പം നൈനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനി അവൻ എന്താ പറ്റിയെന്ന്. അപ്പം നൈന് പറയും രാവിലെ തൊട്ടേ ഇങ്ങനെ രാവിലെ പേഴ്സ് തരികയായിരുന്നു, അത് പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്നെ കുറേ വഴക്ക് പറയുകയും ചെയ്തു, എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വന്നിട്ട് നൈനയോട് ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ കൊടുത്താലേ മോള് കഴിക്കുള്ളൂ, അപ്പോൾ ഞാൻ മോളെ കഴിപ്പിച്ചിട്ട് വരാമെന്ന് പറയും ആദർശിനോട്. അപ്പോൾ ആദർശിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും ആദർശ് കേൾക്കാൻ എന്ന ഭാഗത്തിന് പറയുന്നുണ്ടായിരുന്നു, അഹങ്കാരമുള്ളവർ ഭക്ഷണം കഴിക്കേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അഹങ്കാരം കൊണ്ടല്ലേ അത് അവർ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, നമ്മളതിന് പട്ടിണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് എന്തായാലും ജലജയും അതുപോലെ തന്നെ അനാമികയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ചന്തുമോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സ്വത്ത് ആ കുട്ടിക്കും കൂടി ഭാഗം വെച്ച് കൊടുക്കേണ്ടി വരുമല്ലോ, അതിനെക്കുറിച്ചാണ് ജലജ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിനും സ്വത്ത് ഭാഗം വയ്ക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ എന്ത് കാര്യത്തിൽ അച്ഛനെ ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ജാനകിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അച്ഛനോട് ചോദിക്കാനും പറ്റില്ല. ആദർശിനും അതുപോലെ തന്നെ അജയേട്ടനൊക്കെ തന്നെയാണല്ലോ ഇത് ചോദിക്കാൻ പറ്റുന്നത്. പക്ഷെ അവരാരും ഇതിനെക്കുറിച്ച് അച്ഛനോട് ചോദിക്കുന്നില്ല എന്ന് പറയാണ്. അനാമികയും പറയുന്നുണ്ട് കേട്ടോ, അനാഥക്കുട്ടിയാണെങ്കിൽ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കിയാൽ പോരെ, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജാനകി പറയുകയാണ് ജലജേനോട്, നിനക്കാണ് ഞങ്ങളെക്കാളും കൂടുതൽ അച്ഛനോടും അമ്മേനോടൊക്കെ ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ പറ്റുന്നത്, അപ്പം നീ ഒന്ന് പോയി ചോദിച്ചു നോക്കുക എന്ന് പറയും. അപ്പം ജലജയാണെങ്കിലും മനസ്സോടെ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് ജലജ ചോദിക്കാൻ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിൽ ഒരു സംശയം ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആ കുട്ടി ഇവിടെ ആരെങ്കിലും കുട്ടിയായിരിക്കോ എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിലും. പിന്നീട് ആദർശനാണെങ്കിലും ചന്ദമോള് വന്ന ശേഷം ഒരു ടെൻഷൻ ഉണ്ട് എന്നൊക്കെ അവർ മൂന്നുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് പറയാണ്. പിന്നീട് ജലജ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പം മുത്തശ്ശിനോട് ഇങ്ങനെ കാര്യം പറയാണ്, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത് എന്ന് പറയും. അപ്പം നീ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല അച്ഛനിടയ്ക്ക് ഇങ്ങനെ രാമേശ്വരത്തും കാശിയിലൊക്കെ പോവാറുണ്ടല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ എന്തേലും അബദ്ധം പറ്റിയോ എന്നിങ്ങനെ പറഞ്ഞ് കഴിയുന്നതും ജലജയുടെ കാരണം നോക്കി ഒരടി കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. നീ മേലാൽ ഈ ചോദ്യം മറ്റാരുടെ മുന്നിലും പോയി ചോദിക്കരുത്, അപ്പോൾ നീ ഇപ്പം എന്നോട് ചോദിച്ചു ഇതുപോലെ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ച് നീക്കി പുറത്താക്കും എന്ന് പറയാനായിട്ട്. അപ്പം മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജലജ ചോദിച്ചതെല്ലാം മുത്തശ്ശൻ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ആ 5 വയസ്സായ കുട്ടി എന്റേതാണെന്നാണോ ഇവള് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. ഇത് കുറച്ച് അല്പം കൂടി പോയല്ലോ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയും, ഞാൻ ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവള് പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, അത് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് എന്ന് പറയൂ കേട്ടോ. എനിക്ക് ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് പറ്റിയത് അത് മാത്രമാണ് എന്ന് പറയും. പിന്നീട് അതുപോലെ തന്നെ നീ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഇത് ആരോടെങ്കിലും പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുപോലെ നീ ഇത് പറയുന്ന സമയത്ത് നിന്റെ കാരണത്തടിക്കാൻ പുറത്ത് ആളുകളുണ്ടാവും, വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ പുറത്തുള്ളവരും നാട്ടുകാരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ജലജേനോട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഞാനൊരു വളർത്തച്ഛനായിരുന്നില്ല, സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു, എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നീ എന്നെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിനക്ക് എല്ലാവരെയും സംശയമായിരിക്കും, ദൈവത്തിനെ പോലും നീ ചോദ്യം ചെയ്യും, ദൈവത്തിനെ നിനക്ക് സംശയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടെത്തി തന്നത്, എന്നിട്ട് നീ അതും അവനെ ഒഴിവാക്കി ഇവിടെ വന്ന് നിൽക്കുകയാണ്, മോനെ നല്ല രീതിയിൽ വളർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിലും പറയും, ചില സമയത്ത് അങ്ങനെ വാളിനേക്കാളും മൂർച്ചയുണ്ടാവും വാക്കുകൾക്ക്, അതുകൊണ്ട് അതിങ്ങനെ പറയേണ്ടതേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ജലജ കുറേ സോറിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും. പിന്നീട് ദേവയാനിയാണെങ്കിലും ചന്തുമോളെ എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നയന വന്നിട്ട് പറയും, ചോദിക്കുന്നുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പം മോളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ മോളെ സ്കൂളിൽ ചേർത്തുന്ന കാര്യമൊന്നും മുത്തശ്ശൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീയോ ആദർശം കൂടെ ഒഴിവുള്ള സമയത്ത് മോളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തിക്കോ എന്നൊക്കെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് സ്കൂളിൽ പോകണോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ മോള് പറയുന്നത് വേണ്ടാന്നാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ആദർശാണെങ്കിലും ചന്ദമോൾ അങ്ങനെ തുറച്ചെന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദേവേനി അത് കാണുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അങ്കിളിന് ഒരു ടാറ്റ കൊടുത്തേന്ന് പറയട്ടോ. അപ്പോൾ കുട്ടിയാണെങ്കിൽ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആദർശ് ടാറ്റയൊന്നും കൊടുക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവേനി ആണെങ്കിലും ഇവനെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ആദർശേട്ടന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആദർശേട്ടൻ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈനി അങ്ങ് പിറകെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് മോളിതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ, നൈനാമ്മേനേക്കാളും പാവാണ് അങ്ങനെ ആങ്കിള്, അതുകൊണ്ട്
കുറച്ച് കഴിഞ്ഞാൽ മോളെ സ്നേഹിച്ചോളും എന്നൊക്കെ ഇങ്ങനെ മോളോട് പറയുമ്പോൾ അങ്കിൾ എന്നാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അങ്കിളല്ല എൻ്റെ അച്ഛനാണെന്നാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നീട് നൈനി ആദർശം കൂടെ പോകുന്ന സമയത്താണെങ്കിലും ആദർശാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ മുന്നിലേക്ക് ഒരു ബൈക്കാരൻ കയറിയ പെട്ടെന്ന് ആദർശ് ബ്രേക്ക് ചവിട്ടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നൈനയാണെങ്കിലും ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ ഇപ്പോൾ ഇവിടെയൊന്നും അല്ലല്ലോ, ഡ്രൈവിങ്ങിലല്ല ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്, നിൻ്റെ മുഖത്താണോ, ഞാൻ നേരെ നോക്കി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ പറയും. അപ്പോൾ വണ്ടിയാവുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ആവും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ ആദർശ്. അപ്പോഴേക്കും ആദർശിന് ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ നൈന ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇൻഹേലർ എടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഓക്കെ ആവും, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ നൈന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, എനിക്കിത് ചെറുപ്പം മുതലേ വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു കോൾ എടുക്കുന്നില്ല. അപ്പോൾ അനിയുടെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഞാൻ കുത്തിയിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവൾ ഫോൺ എടുക്കാതിരുന്നാൽ ഞാൻ അങ്ങ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് കയറി ചെല്ലും, അവിടെ കയറി ചെല്ലുമ്പോഴേ അവൾക്ക് അതിൻ്റെ ഇത് അറിയുള്ളൂ, ഇനിയിപ്പോൾ അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല എന്നൊക്കെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയുന്ന സമയത്ത് പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും, ഇനിയിപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് അറസ്റ്റ് ചെയ്തോട്ടെ, അപ്പോഴേ അവൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടെ പറയുകയാണ് കേട്ടോ. നന്ദു ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ആകെ ദേഷ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയും കുത്തിയിരുന്ന് വിളിക്കുകയാണ്, എന്നിട്ട് നന്ദു കോൾ എടുക്കുന്നില്ല എന്ന് പറയാണ്. അനാമികയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ചെന്ന് അമ്മേനോട് പേരിനൊരു പരാതി പറയുന്നല്ലാതെ പിന്നീട് അവളൊന്നും അങ്ങനെ പറയാറില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് അനിയുടെ ഫ്രണ്ട്സ് പറയുകയാണ്. പിന്നീട് കല്യാണത്തിന് മുന്നേ ഈ സ്നേഹം തുറന്നു പറയാത്തതിനൊക്കെ അവർ അനീനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദുവിനൊക്കെ പുതിയൊരു ട്രെയിനർ വന്നിട്ടുണ്ട്. ആ ട്രെയിനർ ആണെങ്കിൽ വേണുവിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ വേണു നന്ദുവിനെ കുറിച്ചൊക്കെ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്ദുവിനെയാണ് കേട്ടോ പിടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പഴയ ആൾ നിങ്ങളെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്കത് ഫോളോ ചെയ്യാനും താല്പര്യമില്ല. അപ്പോൾ പുതിയ ആൾ അയാളുടെ രീതിക്ക് മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദന എന്നല്ലേ പേര്, നന്ദു എന്നല്ലേ വിളിക്കല് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് സാറിനെ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ നന്ദന എന്ന് പേരുള്ള ഒരാളെ നന്ദു തന്നെയായിരിക്കും വിളിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്ദുവിനെ മാത്രം വിളിച്ചിട്ട് ഇങ്ങനെ പുഷപ്പൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നന്ദു മാക്സിമം ആണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചെയ്യാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെ ആകെ മടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, തുഷാര എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്തിനാ വന്ന ഉടൻ തന്നെ നന്ദുവിനെ പിടിച്ചതെന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിലും പുഷപ്പ് എടുത്ത് ആകെ ക്ഷീണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അയാൾ 2-3 റൗണ്ട് ഓടാനായിട്ട് പറയാനായിട്ട് നന്ദുവിനോട്. പിന്നീട് വേണുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ വേണു ആണെങ്കിലും അയാളോട് എന്തൊക്കെയോ നന്ദുവിനെ കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളോടാണെങ്കിലും വേണു പറയുന്നുണ്ടായിരുന്നു അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം ഇടാൻ പാടില്ല, അവൾ പോലീസ് യൂണിഫോം ഇടാതെ തന്നെ വലിയ അപകടകാരിയാണ്, ഇനിയിപ്പോൾ യൂണിഫോമും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ഇത് പറയേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ പോലീസിൽ വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ആ ട്രെയിനറും വേണുവിനോട് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ താൻ വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ അനാമിക രേവതി ഒക്കെ ഇത് കേട്ടുകൊണ്ട് വേണുവിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം ഇടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ മോളെ എങ്ങനെ മധുവിന് നന്നായിട്ട് അറിയാലോ, അപ്പോൾ ആ ട്രെയിനറുടെ പേര് മധുസൂദനൻ എന്നാണ് കേട്ടോ. അപ്പോൾ മധു അങ്കിളിന് മോളെ നന്നായിട്ട് അറിയാലോ. അപ്പോൾ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മധുവിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ ഇട്ട് നന്നായിട്ട് കുടയുന്നുണ്ട് മധു അങ്കിൾ എന്ന് പറയട്ടെ. അപ്പോൾ നമുക്കതൊന്ന് കാണാൻ പറ്റുമോ എന്ന് അനാമിക ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിലും അതൊരു ട്രെയിനിങ് ക്യാമ്പ് അല്ലേ, അവിടെ പുറത്തുനിന്നുള്ളവർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. എന്തായാലും അവൾ പോലീസ് യൂണിഫോം ഇടാതെ നിന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അവൾ പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ ദേവ്യാനി കൊടുത്ത ആ മാലയുടെ കാര്യമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരും. നിൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി 2 കുടയിൽ കുടഞ്ഞാലും നിൻ്റെ അച്ഛൻ സത്യങ്ങളെല്ലാം വിളിച്ച് പറയും, നമ്മൾ രണ്ടുപേരും കുടുങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പനാമയ്ക്കാണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയായിട്ട് ഭയങ്കര ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാനല്ലേ പറ്റാത്തുള്ളൂ, മധുവങ്കിളിനോട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം, പോലീസ് യൂണിഫോം ഇടാൻ ആഗ്രഹിച്ചവളെ നനഞ്ഞ കോഴിനെ പോലെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം എന്നിങ്ങനെ വേണു അനാമികയോട് പറയുകയാണ്. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു ആകെ മടുത്തിരിക്കുന്നു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്.